കുറച്ചു നാളുകളായി CPM സംസ്ഥാന സെക്രട്ടറി SNDPക്കും അങ്ങയ്ക്കുമെതിരെ വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് SNDP അതിന്റെ ഒരു പാരമ്പര്യം മറന്നുകൊണ്ട് സംഘപരിവാർ അജണ്ടയിലേക്ക് ചെന്ന് വീണു എന്നുള്ളതാണ് CPMന്റെ പ്രധാനപ്പെട്ട ആരോപണം. അത് സ്വാഭാവികമായിട്ടും ജോർജ് മാസ്റ്റർ പറയേണ്ടതാണ്. കാരണം ഒരു പരാജയം ഇവിടെ വന്നു. ആ പരാജയം മരണപ്പെടുത്തുകയും ആ പരാജയത്വത്തിൻ്റെ കണ്ടെത്തലുകൾ യഥാർത്ഥമായിട്ട് എന്താണെന്ന് മാസ്റ്റർക്കറിയാം, പാർട്ടി അണികൾക്കറിയാം. പക്ഷെ അത് പൊതുജനങ്ങളിൽ പരസ്യമായിട്ട് എല്ലാം പറയാനൊക്കത്തില്ല, ചിലതൊക്കെ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതുവരെ SNDP യോഗത്തെ പറ്റിയോ SNDPയെ പറ്റിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതയിലുള്ള ആരും വോട്ട് കൊടുത്തെന്നോ വോട്ട് കൊടുത്തില്ലെന്നോ പറയാറില്ല, പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ NSSന്റെ കിട്ടി, മുസ്ലിം ലീഗിൻ്റെ കിട്ടി, അല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ കിട്ടിയില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ്. ഇതിൽ അതിനെപ്പറ്റി ഒന്നും പറയാം, ഈ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒന്നും പറയാതെ ഇത് കൃത്യമായി അവർക്ക് കിട്ടുന്നതായതുകൊണ്ട് അതിനെപ്പറ്റി പ്രസക്തമല്ലാതെ വിട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പ്രസക്തമാണ് ആ സമുദായം എന്ന് മാഷക്ക് മനസ്സിലായെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. മാഷ് പറഞ്ഞത് ശരിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് കാവി മൂടാൻ ആരെയും ഞാൻ സമ്മതിക്കല, ചുവപ്പ് മൂടാനും ആരെയും സമ്മതിക്കല. എന്നാൽ ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാ കാര്യവും നക്സൽ തൊട്ട് ലീഗുകാരൻ വരെ ഈ SNDP യോഗത്തിനകത്തുണ്ട്. SNDP യോഗം ഒരു സമുദായ സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയല്ല. ആ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് വരാം. പക്ഷേ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ മാഷെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടെത്തുമ്പോൾ ഈ ഒരു സമുദായത്തിൽ നിന്നൊരു വോട്ട് ചോർന്നു പോയി എന്ന് തോന്നുന്നു എങ്കിൽ അത് ശരിയാണ്. ആ ശരി അദ്ദേഹം മനസ്സിലാക്കി, അതിൽ നിന്ന് പരുക്ക് മനസ്സിലാക്കി അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറഞ്ഞില്ല പിണറായി താട് അടിച്ച് പൊളിഞ്ഞു പോകുന്നു, 5 കൊല്ലം ഭരിച്ച് അങ്ങനെ ശൈലി മോശം, മറ്റൊരു മോശം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലതും ഇറക്കി അവസാനം ശബരിമല പെണ്ണിന്റെ ഇഷ്യൂ പറഞ്ഞ് ഈ രാജ്യത്തുള്ള സകല ആളുകളെ ഇറക്കി എന്തെല്ലാം ബഹളം നടത്തിയായിരുന്നു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എങ്ങനെയിരുന്നു? അന്നാണ് കിറ്റ്, പെൻഷൻ സാധാരണക്കാരൊന്നും വിട്ടില്ല. അന്നത്തെ സാധാരണക്കാർക്ക് കിട്ടേണ്ട കിറ്റായാലും അതോടൊപ്പം പെൻഷനായാലും കൊടുത്തപ്പോൾ ഇവിടെ എതിരാളികളുടെ ഒരു ക്രൂരമ്പും ആ ഭരണത്തെ ഏറ്റില്ല. പിണറായിയുടെ സ്വഭാവത്തെ പറ്റിയും ആർക്കും എത്രയോ അദ്ദേഹത്തിൻ്റെ ശൈലിയെപ്പറ്റി പറഞ്ഞു, ഒരു ശൈലി ഏറ്റോ. അന്ന് ഞാനൊരു നിലപാട് കണ്ടപ്പോൾ ഇന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് എന്നെ ഇഷ്ടമല്ലോ. അപ്പോൾ അന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ഞാൻ എതിരായിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ അവിടെ പുരുഷന്മാരെല്ലാം കൂടെ സത്യാഗ്രഹത്തിന് സമുദായത്തിൽപ്പെട്ടവർ പോയി ജയിലിൽ കയറുന്നതിന് അത് പോകരുതെന്ന് ഞാൻ പറഞ്ഞു. കോടതി ഉത്തരവ് നിരാശാജനകമെന്ന് പറഞ്ഞു. പക്ഷെ തെരുവുയുദ്ധത്തിന് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ BJP ഉൾപ്പെടെ വളരെ എന്നെ ആക്രമിച്ചു. അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു, ഇപ്പം ഞാൻ കാവ്യാണെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്, അതല്ലാതെ ഓരോ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പ്രശ്നാധിഷ്ഠിതമായി നല്ലതിനെ നല്ലതെന്നും ചീത്തതിനെ ചീത്തതെന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്യൂ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിനെ കാവ്യവൽക്കരിച്ചെന്നോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ പോയെന്നോ ഞാൻ വർഗീയവാദിയാണെന്നോ ഒക്കെ പറഞ്ഞ വളരെയൊക്കെ ഉണ്ട്. ലീഗ് എന്തെല്ലാമൊക്കെ പറഞ്ഞത്, അവരുടെ മോഷണ സംഘടന എന്തെല്ലാമൊക്കെ പറഞ്ഞത്. ആ അതിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട റാവുത്തോർ സംഘടന വരെ, അത് ആകെ 15 പേരുകൾ, അവർ വരെ എനിക്കെതിരായിട്ട് പുറമേ പാസ്സാക്കുന്നുണ്ട്. ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ഞാൻ സത്യം പറയുന്നു, ജനം അത് കുറെയെല്ലാം നേരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതല്ലാതെ
മാഷ് പറഞ്ഞ രാഷ്ട്രീയാഭിപ്രായമാണ്, അത് അദ്ദേഹത്തിന് പറഞ്ഞേ തീരുള്ളൂ. അത് അങ്ങനെ കണ്ടാൽ മതി. അതുകൊണ്ട് ഞാനും മാഷും തമ്മിൽ വലിയ തർക്കവും വഴക്കും നാളെ ഗുസ്തി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് തയ്യാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും, അതൊരു രാഷ്ട്രീയ അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഇടതുപക്ഷത്ത് ഇത്തോളം പറ്റിയ പരാജയം എന്ന് പറഞ്ഞാൽ അവർ സാധാരണക്കാരെ മറന്നുപോയി. അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഉമ്മൻചാണ്ടി 600 രൂപ കൊടുത്തുള്ളൂ എങ്കിൽ 1600 രൂപ ആക്കിയ ഇടതുപക്ഷം എന്തുകൊണ്ട് അവർക്ക് പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുത്തില്ല?